വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഴ ഇപ്പം തുടങ്ങും. ഭയങ്കര കാറ്റ്. എൻ്റെ സൗണ്ട് തന്നെ ക്യാച്ച് ചെയ്യുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ശാന്തിനിയിൽ വന്നു. ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഡ്രസ്സ് എടുക്കാൻ വരുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു ഗൗണാണ് ഇടുന്നത് ഇത്തവണ ഓസിയുടെ ബേബി ഷവറിന്. മൈൻ ഇസ് എ ലൈറ്റ് ഗ്രീൻ കളർ. അപ്പോൾ ഭാഗത്ത് പോയി ഞാൻ എൻ്റെ ഗൗൺ കാണിച്ചു തരാം. സോ ദിസ് ഇസ് മൈ ഗൗൺ. വൺ സൈഡിലേ സ്ലീവ് ഉള്ളൂ. അങ്ങനെയാണ്. ഇട്ട് നോക്കാം. സോ എൻ്റെ ഡ്രസ്സിന് ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു വിത്ത് മൈ സ്ലീവ്. ഒരു വൺ സൈഡ് സ്ലീവാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് കുറച്ച് സൈഡിലായി പോയി. ആൻഡ് ഐ വോണ്ടഡ് ഇറ്റ് ടു സ്റ്റാർട്ട് ഫ്രം ഒരു ഇവിടെ ഇങ്ങനെ. അപ്പോൾ അതും വേറെ ഒന്ന് കുറച്ച് അതിനൊന്ന് കുറച്ചുകൂടെ ഫ്ലഫിയർ ആക്കണം. അങ്ങനെ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്. അല്ലാതെ പക്ക ഫിറ്റായിരുന്നു ബോഡിയൊക്കെ. അപ്പോൾ ഇനി ഈവനിങ് പോകണം ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ. എന്നിട്ട് ഞാൻ ഫുൾ കാണിക്കാം. ബൈ. സോ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നേരത്തെ സ്ലീവ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആൻഡ് തിൻ ആയിരുന്നു. ഇപ്പം നമ്മൾ അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിച്ചു. ആൻഡ് ഇറ്റ്സ് ഡൺ. ഇത് ഹൻസുവിൻ്റെ, ഇത് അമ്മൂൻ്റെ. അപ്പോൾ യെസ്, നമ്മുടെ 3 പേരും ഡ്രസ്സ് പാക്ക് ചെയ്തു. നാളെ കാണാം. ബൈ. ഔട്ട് ഓഫ് ഫോക്കസ് കോണി. ഇറ്റ്സ് ഓക്കെ. ജീവിതത്തിലും അങ്ങനെയല്ലേ? ഔട്ട് ഓഫ് ഫോക്കസ്. എൻ്റെ ലൈഫിലെ ഫോക്കസാണ്. ആണോ? അല്ല പിന്നെ. സോ ഞാനും ഹൻസും ഓബൈ താമര എത്തി. ഇന്ന് നമ്മളാണ് ഫുൾ ഡെക്കോറൊക്കെ ഇൻചാർജ്. അപ്പോൾ നമ്മൾ നല്ല നേരത്തെ എത്തി. നമ്മൾ നേരത്തെ റെഡിയായി ഡെക്കോറൊക്കെ പോയി നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് ഗസ്റ്റ് വരുമ്പോൾ എല്ലാ പണിയും വരവേൽക്കാൻ വേണ്ടി നിൽക്കും. യെസ്. സോ ഇപ്പോൾ ലഞ്ച് ടൈമായി. വി ഹാവ് ടു ഹാവ് ആ ലഞ്ച്. പിന്നെ ഹൻസുവിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന അമല ചേച്ചിയല്ലേ? ഹൻസുവിൻ്റെ മേക്കപ്പും ഹെയറും അമല ചേച്ചി ചെയ്യുന്നത്. ഞാൻ മേക്കപ്പ് സ്വന്തമായിട്ട് ചെയ്യും. ഹെയർ മാത്രം അമല ചേച്ചിയായിരുന്നു ചെയ്യുന്നത്. അമ്മു ഹെയർ ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് പോകും. So we're on our way to our room. Oh, come on. Hello. Good morning. Hello. Hi. എടാ ഞാനും എന്നെയും കൂടെ. With the got stuck. Oh, my poor baby. Hi. Hello. Good afternoon. നമ്മൾ ഹെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. എൻ്റെ മനസ്സിൽ ആദ്യം മേക്കപ്പ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ടൈമിംഗ് ഒക്കെ കുറച്ച് തെറ്റുണ്ട്. ഹെയർ വെച്ച് തുടങ്ങാം. ഹെയർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ്. ഞാനൊരു ലോ ബൺ ആണ് ചെയ്യുന്നത്. സോ ഞാൻ ചെറുതായിട്ടൊരു ബേസ് മേക്കപ്പ് ഇട്ടു. ഇനി ഞാൻ ഐ ഷാഡോ ഇടാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ ഡ്രസ്സ് ഗ്രീനാണ്. ഒരു പുതിയ സാധനം ഫോണിൽ ഒപ്പിച്ച് വെച്ച് ട്രൈ ചെയ്യാതെ ഇങ്ങനെ ചരിയുന്നുണ്ട്. സോ എൻ്റെ ഡ്രസ് ഇസ് ലൈറ്റ് ഗ്രീൻ. അപ്പോൾ ഐ തോട്ട് ഒരു പിങ്ക് ബേസ് ചെയ്താലോ ഒന്ന് ഫോർ ദി ഐ ഷാഡോ. Hi, super. Oh, sorry, ശ്രദ്ധിച്ചില്ല. ഹൈലൈറ്റർ ഞാൻ പ്രത്യേകിച്ച് ഏതൊരു സൈഡ്
ആരുടെ സൈഡിലൊക്കെ നിൽക്കുന്നത്? ഞാൻ പൂക്കളുടെ ഒരു മേളത്തിലാണ്. ചെവിയിൽ പൂക്കൾ, ഡ്രസ്സിൽ പൂക്കൾ, തലയിൽ പൂക്കൾ, ഡെക്കോറിനും പൂക്കൾ, കേക്കിലും പൂക്കൾ. അതെ, എനിക്ക് ഇഷ്ടമല്ല ഓവറായിട്ട് ഇരിക്കുന്നത്. എനിക്കിഷ്ടം. ഞാൻ മിനിമലിസ്റ്റ് അല്ല, ഞാൻ മാക്സിമലിസ്റ്റ് ആണ്. ഒരു ഗെറ്റ് റെഡി വീഡിയോ വിത്ത് മീ എടുക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ അതെടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും തിരക്കായിപ്പോയി ഇവിടെ. നമ്മൾ ഫുൾ ഫാമിലിയൊക്കെ റൂമിൽ വന്ന് ഞാൻ ബിറ്റ് ബൈ ബിറ്റാണ് എടുത്തത്. വന്നോളൂ. അപ്പം ഇങ്ങനെ കുറച്ച് എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തു. പക്ഷെ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒന്നും ഇല്ല ബാക്കി എടുക്കാൻ. ഇനി നമുക്ക് താഴെ ഡെക്കോറൊക്കെ കാണുന്നത് എടുക്കാം. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹൻസു ഒക്കെ പറയായിരുന്നു ഇങ്ങനെ നമ്മൾ ഓരോ പ്രിൻസസിനെ പോലെയാണ് ഡ്രസ്സ്. ഹൻസു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റില് ബെൽ ആണ്. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. ഹൻസു ബെൽ, അമ്മു സിൻഡ്രല. ഞാൻ വന്നോട്ടെ. ഞാൻ ആരാ? ഹൻസു ഫ്രോഗ് പ്രിൻസസ് എന്ന് ബിത്ത് പറഞ്ഞു. ഹൻസു ടിങ്കർ ബെൽ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രോഗ് പ്രിൻസസ് ആയിട്ടാണ് തോന്നിയത്. ആക്ച്വൽ ക്യാരക്ടർ ഫ്രോഗ് പ്രിൻസസ്. പച്ച കളർ ഉടുപ്പാണ്. ഷോൾഡറിലേക്ക് പാസ്കൽ. ബട്ട് അതൊക്കെ ജോക്സ് അപ്പാർട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ ഡിഫറെന്റ് ലുക്കിംഗ് ആണ്. നമ്മുടെ തീം ഇത്തവണ ഡെക്കോറിന്റെ തീം ഇസ് ലൈക്ക് ഫോറസ്റ്റ്, പൂക്കൾ, അങ്ങനെ. നമ്മുടെ കോസ്റ്റ്യൂം ആർ പേസ്റ്റൽ തീം എല്ലാവരും. അപ്പോൾ ഞാൻ പച്ചയാണ് സെലക്ട് ചെയ്തത്. ആൻഡ് കമ്മലൊക്കെ ഞാൻ വീട്ടിലുള്ള ഏതൊരു കമ്മൽ റാൻഡമായിട്ട് എടുത്തതാണ്. കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഞാൻ ഓവറാണ് ഉദ്ദേശിച്ചത്. ഓവറായി പോയതല്ല, ഞാൻ ഓവർ ആക്കിയതാണ്. തലയിൽ പൂവുണ്ട്, കമ്മലിൽ പൂവുണ്ട്, ഡ്രസ്സിൽ പൂക്കളുണ്ട്, താഴെ ഡെക്കോറിലും കേക്കിലും ഒക്കെ പൂക്കളാണ്. അപ്പൊ ആ ഒരു തീമായിട്ടൊന്ന് മാച്ച് ആവാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. ഹെയർ അമല ചേച്ചിയാണ് ചെയ്തത്. ആസ് യൂഷ്വൽ ഇറ്റ്സ് ലുക്കിംഗ് വെരി പ്രിറ്റി. ഇറ്റ്സ് എ ലോ ബൺ. ഈ ബ്രൈഡ്സ് മെയ്ഡ്സ് ഒക്കെ യൂഷ്വലി ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്. യെസ്, അപ്പൊ നമുക്ക് താഴെ പോവാം മനസ്സു. യെസ്, കം. ഹൻസു ഇത്തവണ പൊളിച്ചിട്ടുണ്ട്. കാറ്റ് കാരണം സെറ്റ് ചെയ്ത മുടിയൊക്കെ കുറവാകത്തേ ഉള്ളൂ.
വന്നിട്ടാണ് കാണുന്നത് ട്രെൻഡി ഡാഡ് ടു ബി ആൺ ടു ബി ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ടു ബി ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ടു ബി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ജീസസ് മേജർ. സോ കേക്ക് പോയിന്റ് ബൈ റിസ്മ എന്നുള്ള പേജിൽ നിന്നാണ് കേക്ക്. ഇറ്റ്സ് എ ഫ്രൂട്ട് കേക്ക്. എക്സൈറ്റഡ് ടു ട്രൈ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം. ഇത് സുന്ദരിക്ക് പൊട്ടിടൽ വിത്ത് ട്വിസ്റ്റ് ആണ്. ബേബിക്ക് ആള് ബാക്കിൽ നിന്നിട്ട് ഈ രണ്ട് കാണുന്ന സ്പേസിൽ കൂടെ ഡബിൾ സെറ്റ് സെലോ ടേപ്പ് വെച്ചിട്ട് രണ്ട് കണ്ണുണ്ട്, ഒരു മുടിയുണ്ട്, ഒരു മൂക്കുണ്ട്, ഒരു വായുണ്ട്. ഇതെല്ലാം 1 മിനിറ്റിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ആക്ച്വലി ഇനി വന്ന് നോക്കോ വെയിറ്റ് ചെയ്യേ. മിണ്ടല്ലേ മിണ്ടല്ലേ
കോൺഫിഡന്റ് ആള്. ഭയങ്കര മ്യൂസിക് ഒക്കെ മാറി. മുടിയായിരുന്നുള്ളൂ പക്ഷെ കൊള്ളാം. അതെ മൂക്ക് മൂക്ക് വെച്ചില്ല, മൂക്ക് വെച്ചില്ല. മൂക്ക് പിങ്ക് പിങ്ക്. അത് കൊള്ളാം. പക്ഷെ ഭയങ്കര ക്യൂട്ട്. അത് കൊള്ളാം കൊള്ളാം കൊള്ളാം. Not bad, not bad. Good job, good job. ആണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു ടാലന്റ് വെച്ചു കൊടുക്കും അതിന്. പതുക്കെ യൂസ് ഡ്രസ്സിന് ചേരുന്ന ഡാൻസ്. Bye girls. സുഖമാണോ? അങ്ങനെ പോണ്. നിങ്ങളാണ് ഏറ്റവും ട്വിന്നിങ് കേട്ടോ. ഒരേ കടയിൽ നിന്ന് നിങ്ങൾ മറ്റേ കപ്പിൾ ഫോട്ടോ കപ്പിൾ ഡ്രസ്സ് പോലെ എടുത്തതാണ്. ഞാനും അപ്പൂപ്പനും കുറച്ച് ട്വിന്നിങ് അല്ലായിരുന്നു. ഞാനും അപ്പൂപ്പനും കുറച്ച് ട്വിന്നിങ്. ഭയങ്കര കപ്പിൾ അല്ലേ? ഭയങ്കര ഒരു ഡബിൾ ഡേറ്റ്. അങ്ങനെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഇനി വീട്ടിൽ പോകുന്നു. പാക്കപ്പ്. പ്രിൻസസ് ഒറ്റക്കിരുന്ന് പാടി തകർക്കുവാണോ? പാടിയാണ് ജോലി ചെയ്തത്. ഭയങ്കര. സിന്ധു, യു ലുക്ക് നൈസ് ടുഡേ. താങ്ക് യു ഇഷാനി. നോ മെൻഷൻ. ഇനിയിപ്പോൾ എല്ലാ പരിപാടിക്കും പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പല കളർ കുറച്ച് കോൺഫിഡന്റ് ആയല്ലേ? കോൺഫിഡൻ്റ്. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ ഈ ഐഡിയ ആയിട്ട് വന്നില്ലേ? Yep.
ഞാനേ ചെയ്യടാ ഞാനോട് ഞാൻ വല്ല പിങ്ക് കളർ സൽവാർ ഇടാന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ You should try more outfits. Yeah, നല്ലായിരുന്നു. Imagine you had worn a salwar. കിടന്നുറങ്ങിയാൽ മതി. ഉറങ്ങിയാൽ മതി. ഞാൻ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങും. പറ്റുന്നില്ല. ഓസിയൊക്കെ ഡാൻസ് രക്ഷയില്ല. കാല് മുറിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഷൂ ബൈറ്റായി. എന്റേത് ഞാൻ നോക്കിയില്ല. ഒരു സൈനിങ് ഓഫ്, ഒരു ബൈ. എന്റെ കൂടെ ഒന്ന് 1 2 3 കട്ട്. എന്റെ മുടിയൊക്കെ ഞാൻ ഊരി. ഞാൻ ആദ്യം മുടി അഴിച്ചിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചതാണ്. അതും കൊള്ളാം, പക്ഷെ കൂടുതലും അഴിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് അല്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ നെക്ക് ലൈനൊക്കെ ഒന്ന്, നെക്ക് ലൈൻ അല്ല, ഈ സ്ലീവ് ഒക്കെ ഒന്ന് എടുത്ത് കാണാനും മേ ബി കെട്ടിവെക്കുമ്പോഴായിരുന്നു കാണാൻ ഒരു ഭംഗി. എൻ്റെ ഈ കമ്മൽ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം ഇട്ടപ്പോൾ എന്നെ ആരൊക്കെ കളിയാക്കി. ഞാൻ രണ്ടും കൽപ്പിച്ചും കിട്ടും, കാരണം ഞാൻ മാല ഇടുന്നില്ല. അപ്പം എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഇയറിംഗ് വേണമായിരുന്നു, അങ്ങനെ ഇട്ടതാണ്. ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ഫണ്ണി, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഐ വോർ ഇറ്റ്. യെസ്, അപ്പോൾ ഈ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. See you all in my next vlog. Thank you so much for watching. Bye.